മുസ്ലിങ്ങളെ എല്ലാ തരത്തിലും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും നീങ്ങുന്ന സംഘപരിവാർ അതേസമയം തന്നെ ക്രിസ്ത്യൻ സമുദായത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും മുഖ്യ ശത്രുവാണ് എന്നാണ്. ആ ശത്രുക്കളെ വേട്ടയാടുവാനാണ് ഇപ്പോൾ സംഘപരിവാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തീവ്രമായും പ്രത്യക്ഷമായും ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളുമൊക്കെ വെച്ച് അവർ പ്രത്യക്ഷമായി മുന്നോട്ട് പോകുന്നു എന്നാണ്. അവരുടെ ഉത്ഭവകാലം മുതൽ, അല്ലെങ്കിൽ ആ സംഘടന ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ചിന്തയുള്ള ആളുകൾ അവർ എക്കാലവും ഇത്തരത്തിലുള്ള ഒരു ചിന്ത വെച്ച് പുലർത്തിയിരുന്നവരാണ്. ആദ്യം അവർ മുസ്ലിങ്ങളെ വേട്ടയാടി. അവർക്ക് നേരെ ക്രൂരമായ സമാനതകളില്ലാത്ത കലാപങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ടു. വീടുകൾ കൊള്ളയടിച്ചു, പള്ളികൾ തകർക്കുകയും പിടിച്ചടക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം മതേതര സമൂഹം പീഡിപ്പിക്കപ്പെടുന്ന സമുദായത്തോടൊപ്പം ഉറച്ചു നിന്നു. ആ കരുതലും കാവലും ഉള്ളതുകൊണ്ട് തന്നെ ഇന്നും അവർക്ക് പരിധി വിട്ടുകൊണ്ട് മറ്റൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ മതേതര കാവലിനെ, കരുതലിനെ തകർക്കണം. എന്നാൽ ഒരുപോലെ എല്ലാവരെയും വേട്ടയാടാം എന്നതാണ് സംഘപരിവാരത്തിൻ്റെ സംഘവിചാരം. അതിനായി മറ്റു മതങ്ങൾക്കിടയിൽ തീവ്ര ചിന്താഗതി കുത്തിവെക്കുക എന്നതാണ് അവരിപ്പോൾ സജ്ജീകരിക്കുന്ന അല്ലെങ്കിൽ കൈക്കൊണ്ടിരിക്കുന്ന പുതിയ രീതികൾ എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയമായിട്ടാവാം, സാമ്പത്തികമായിട്ടാവാം, സംഘടനാപരമായിട്ടാവാം, മറ്റു പലതരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഭീഷണികളോ വിധേയത്വങ്ങൾക്കൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കാം. പല രീതിയിൽ അവർ അത് പല ആളുകൾക്കിടയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും പേരുകേട്ട ക്രിസ്ത്യൻ തീവ്ര സംഘടനയായ കാസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീവ്ര ചിന്താഗതിക്കാരെ അവർ ആ നിലക്ക് അണിനിരത്തി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാസക്കൊറ്റ അജണ്ടയുള്ളൂ. ശരിയായ കാര്യം പോലും മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അതിനെ തെറ്റായി സമൂഹത്തിൽ അവതരിപ്പിച്ച് സംഘപരിവാരത്തിൻ്റെ പ്രീതിക്ക് പാത്രമാവുക. അവരത് വൃത്തിയും വെടിപ്പുമായിട്ട് ചെയ്യുന്നുമുണ്ട്. പതിയെ കാസ ക്രിസ്ത്യൻ പുരോഹിതന്മാരിൽ പോലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാസയെ ഭയന്നും അവരുടെ വിമർശനങ്ങളെ പേടിച്ചും പലരും സത്യം പറയാൻ പോലും മുന്നോട്ട് വരാതിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയം തന്നെ എടുക്കാം. മുനമ്പം വിഷയത്തിൽ BJPയും മന്ത്രിമാരും കേന്ദ്ര സർക്കാരും തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന പരിഭവം വരെ പുരോഹിതർക്ക് പറയേണ്ടി വന്നു. എന്നാൽ വഖഫ് വിഷയത്തിൽ ഇതേ പുരോഹിതന്മാരെ എന്തെല്ലാം തെറ്റിദ്ധാരണകളും നുണകളും പറഞ്ഞും അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണകൾ കൊടുത്തുമൊക്കെയായിരുന്നു കാസ പ്രസ്താവനകൾ നടത്തിയിരുന്നത്. സംഘപരിവാർ ക്രിസ്ത്യാനികളുടെ ശത്രുവല്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. ഉത്തരാഖണ്ഡിൽ, ജാർഖണ്ഡിൽ, ഒറീസയിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഈസ്റ്റർ ദിനത്തിലെ പ്രാർത്ഥനയ്ക്കിടെ VHPയുടെയും ബജ്രംഗ് ദളിൻ്റെയും പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളുമായി സംഘടിച്ചെത്തി മാരകമായ ആയുധങ്ങളുമായി ചർച്ചിലേക്ക് ഓടിയെത്തുകയും അതിഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തതും നാം കണ്ടു. ആയുധങ്ങളുമായെത്തി സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തുകയും ക്രിസ്ത്യൻ ആരാധനാ രീതികൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവർ ജയ് ശ്രീറാം വിളികളോടെ അത്യന്തം ഭീകരമാം വിധം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവിടെ പിന്നീട് പോലീസ് എത്തുകയും എന്നാൽ പോലീസ് ഇവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയല്ലാതെ വിഷയത്തിൽ ഇതുവരെ ഒരു കേസ് പോലും എടുക്കാനോ അല്ലെങ്കിൽ വിഷയത്തിൽ ഉൾപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനോ പോലും ആ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഭരണപരമായി ഒരു സാമൂഹ്യ പ്രശ്നം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രീതി പോലും ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ മറുഭാഗത്ത് അവരെ സംഘപരിവാറിനെ കൂടുതൽ പുൽകാനും അവർ നമ്മുടെ ശത്രുക്കളല്ല മിത്രങ്ങളാണെന്ന് സ്വസമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘപരിവാറിന് വേണ്ടി അതുവഴി PR പണി നടത്താനും കാസ പോലെയുള്ള സംഘടനകളും ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരും ശ്രമം നടത്തുമ്പോൾ സംഘപരിവാറിൻ്റെ ഉള്ളിലൊളിപ്പിച്ച ചതിയുടെ വീഞ്ഞിനെക്കുറിച്ച് ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമുദായം ആലോചിക്കണമെന്നാണ് പറയാനുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം പോലും സംഘപരിവാറിന് ആയുധ പരിശീലനം നടത്താനും യോഗം ചേരാനുമെല്ലാം തിരുവനന്തപുരത്തെ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള മാർ ഇവാനിയാസ് കോളേജ് ഗ്രൗണ്ട് വിട്ടുകൊടുത്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സംഘടനകൾ തങ്ങളുടെ വിധേയത്വം കാണിച്ചിട്ടുള്ളതും മുന്നോട്ട് പോകുന്നതുമെല്ലാം. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ എന്നൊരു ചൊല്ല് ഉണ്ട്. അതുപോലെ ആവാതിരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നേ വിഷയത്തിൽ പറയാനുള്ളൂ. ആദ്യം അവർ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ട പൊടിക്കൈകളെല്ലാം നടത്തും.
മറുഭാഗത്ത് തങ്ങളുടെ പ്രഖ്യാപിത അജണ്ടകൾ നടപ്പിലാക്കും. ആ സമയം ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം രാഷ്ട്രീയ ചുവപ്പ് നാടകളും ഭീഷണികളും അവരെ വിരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും. അടുത്തത് കമ്മ്യൂണിസ്റ്റുകളാണ്. തീർച്ചയായിട്ടും അവരെയും അവർ വേട്ട തേടി വരും. ഇന്ന് വിധേയപ്പെടാൻ തീരുമാനിച്ചാൽ നാളെ നിങ്ങളെയും അവർ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തും. വിധേയപ്പെടാത്തവരെയും കീഴ്പ്പെടുത്താൻ അവർ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഗ്രൗണ്ടിലെ RSS പരിശീലന ക്യാമ്പ് ഏപ്രിൽ 18 മുതലാണ് ആരംഭിച്ചത്. മെയ് 2 നടക്കുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരിശീലനത്തിന് ഗ്രൗണ്ട് വിട്ടു നൽകിയതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഗ്രൗണ്ടിൽ RSS ക്യാമ്പ് നടത്താൻ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഗ്രൗണ്ടിൽ ആരാണ് RSSന് പരിശീലനം നടത്താൻ അനുമതി നൽകിയത് എന്നാണ് ചോദ്യം. കോളേജുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങളല്ല ഗ്രൗണ്ട് നൽകിയത് എന്നാണ് അധികൃതർ പറയുന്നത്. സാധാരണയിൽ കോളേജും അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്ന പരിപാടികൾക്ക് മാത്രമാണ് ഗ്രൗണ്ട് ഉപയോഗിക്കാറുള്ളതെന്നും പൊതുപരിപാടികൾക്ക് നൽകാറില്ല എന്നുമാണ് ബന്ധപ്പെട്ടവർ പറയുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് മാർ ഇവാനിയോസ് കോളേജ്. കോളേജിൻ്റെ രക്ഷാധികാരിയും മാനേജറും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവയാണ്. ഏതായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന ചൊല്ല് ഓർക്കുന്നത് നന്നാവുമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.